മാസ്റ്റർ കീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സയന്റിഫിക് ഓഫീസർ എക്സാമിലെ മറ്റൊരു മോഡ്യൂളായ ഇലക്ട്രോണിക്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പല പാർട്ടുകളായിട്ട് നമുക്കതിനെ തിരിക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് ഒരു ഇലക്ട്രോണിക് കമ്പോണന്റിനെ കുറിച്ചാണ്, ഒരു ഡിവൈസിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അഥവാ FET കുറിച്ചാണ്. അപ്പോ നമുക്ക് മുമ്പ് ഫെറ്റിന് മുമ്പ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഫെറ്റിന് മുമ്പ് നമുക്കുണ്ടായിരുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററുകളാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് ഡയോഡുകളെ കുറിച്ച് അറിയണം. ഡയോഡുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ N ടൈപ്പ്, P ടൈപ്പ് എന്നീ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. N ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആയ ആഴ്സനിക്, ആന്റിമണി എന്നിവ പ്യുവർ സെമി കണ്ടക്ടേഴ്സിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് N ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് നമുക്കറിയാം സിലിക്കൺ, അതുപോലെ ജെർമേനിയം. ഇവയാണ് പ്യുവർ സെമി കണ്ടക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്, അഥവാ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇവയോടൊപ്പം പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആയ, പെന്റാവാലന്റ് എലമെന്റ്സ് ആയ ആഴ്സനിക്, അതുപോലെ ആന്റിമണി എന്നിവ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എലമെന്റ്സ് ആണ് N ടൈപ്പ് മെറ്റീരിയൽ. അതുപോലെ സിലിക്കൺ, ജെർമേനിയം എന്നിവയുടെ കൂടെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആയ ബോറോൺ, ഗാലിയം, ഇൻഡിയം, ബോറോൺ, ഗാലിയം, ഇൻഡിയം മുതലായവ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ എന്നൊക്കെ നമ്മൾ ബേസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ P യും N കൂടെ ചേർത്ത് വെച്ച് കിട്ടുന്നതാണ് ഒരു PN ജംഗ്ഷൻ ഡയോഡ്. രണ്ട് PN ജംഗ്ഷൻ ഡയോഡുകൾ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്കൊരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അഥവാ BJT എന്ന് പറയാം. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഈ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ എവല്യൂഷന് ശേഷം നമ്മുടെ ഇലക്ട്രോണിക്സിൽ ഉണ്ടായ മറ്റൊരു പുതിയ കമ്പോണന്റ് ആണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയും. ഇപ്പം ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നമ്മൾക്ക് ഇവിടെ PSC ഒന്നും തന്നെ പറയുന്നില്ല. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നുള്ള അഡ്വാൻസ്ഡ് കമ്പോണന്റിനെ കുറിച്ചാണ് നമുക്കിവിടെ പറയാൻ. അപ്പോ എന്നിരുന്നാൽ പോലും നമുക്ക് BJTയുമായിട്ട് നമ്മുടെ ഫെറ്റിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ എന്താണ് ഫെറ്റ്, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡെപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നുണ്ട്. ഡെപ്ലീഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ ചാർജ് കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസും ഹോൾസും ഒന്നും തന്നെ കാണില്ല. അവിടെ ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ കാണത്തുള്ളൂ, അഥവാ ഡോണേഴ്സും അക്സെപ്റ്റേഴ്സും അയോൺസും മാത്രമേ കാണുകയുള്ളൂ. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഒരു ഡെപ്ലീഷൻ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ PN ജംഗ്ഷന്റെ ഫോർമേഷൻ സമയത്ത് പഠിക്കണം. അപ്പൊ ആ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട്, ആ PN ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ഡിവൈസ് വഴിയുള്ള കറണ്ട് ഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയും. A semiconductor device, ഒരു semiconductor device ആണ് in which current is controlled by electric field existing in the depletion region എന്ന് നമുക്ക് പറയാം. അപ്പൊ ഡെപ്ലീഷൻ റീജിയൻ എന്താണ് എന്നുള്ളത് നമുക്ക് PN ജംഗ്ഷൻ ഫോർമേഷനിൽ നിന്നും അറിയാവുന്ന കാര്യമാണ്. നമുക്കതിനെ ഒറ്റ സെന്റൻസിൽ ഇങ്ങനെ പറയാം: റീജിയൻ ഓഫ് ഇമ്മൊബൈൽ അയോൺ. ഇമ്മൊബൈൽ അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ ചെയ്യാത്ത. മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ അല്ല. മൊബൈൽ ഫോണിനെ നമ്മൾ അങ്ങനെ വിളിക്കുന്നതിന് കാരണം കൊണ്ടു നടക്കാൻ കഴിയുന്ന ഫോൺ ആയതുകൊണ്ടാണ്. അപ്പൊ മൊബൈൽ അയോൺസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന അയോൺസ്.
അപ്പൊ ഇമ്മൊബൈൽ എന്ന് പറയുമ്പോഴേക്കും മൂവ് ചെയ്യാത്ത അയോൺസ്. അപ്പോൾ മൂവ് ചെയ്യാത്ത അയോൺസ് മാത്രമുള്ള പി എൻ ജംഗ്ഷന്റെ ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്ലീഷൻ റീജിയൻ. ഈ ഡെപ്ലീഷൻ റീജിയനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് വഴി ആ ഡിവൈസ് വഴിയുള്ള കറണ്ട് ഫ്ലോയെ നമ്മൾ കൺട്രോൾ ചെയ്താൽ അങ്ങനെയുള്ള കമ്പോണന്റിനെ, ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ആ പേരിൽ നിന്ന് തന്നെ പഠിക്കാം, ദിസ് ഫീൽഡ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് വഴി കറണ്ടിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ട്രാൻസിസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയും. നമുക്ക് അടുത്ത നോക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട PSCയിലെ സ്ഥിരം ക്വസ്റ്റ്യൻസിന്റെ ഏരിയയായ കമ്പാരിസൺ ബിറ്റ്വീൻ ഫെറ്റ് ആൻഡ് BJT. ഫെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. BJT എന്ന് പറയുമ്പോഴേക്കും ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ് ഫുൾ ഫോം. ബൈപോളാർ, B സ്റ്റാൻഡ്സ് ഫോർ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പൊ PSCക്കുള്ള സ്ഥിരം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പാരിസനകത്ത് നിന്ന് പലപ്പോഴായി ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കമ്പാരിസൺ തന്നെ നമുക്ക് നോക്കാം. പേരിൽ നിന്ന് പഠിക്കാവുന്ന ഒരു കാര്യമാണ് BJT ഈസ് ബൈപോളാർ whereas FET ഈസ് യൂണിപോളാർ. ആ പോയിന്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. BJT ഈസ് ബൈപോളാർ. ബൈ മീൻസ് രണ്ട് അല്ലെ? അപ്പോ രണ്ട് പൊളാരിറ്റികൾ എന്ന് പറയുമ്പോഴേക്കും ഇലക്ട്രോൺസും ഹോൾസും കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് BJT എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കാൾഡ് ബൈപോളാർ. അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇലക്ട്രോൺസും ഹോൾസും കൊണ്ടാണ്. അപ്പൊ രണ്ട് പോൾസ് ഇല്ലേ? ഇലക്ട്രോൺസ് ഉണ്ട് ഹാവിങ് ചാർജ് നെഗറ്റീവ്, ഹോൾസ് ഉണ്ട് ഹാവിങ് ചാർജ് പോസിറ്റീവ്. അപ്പൊ രണ്ട് പോൾസും കൊണ്ട്, രണ്ട് കാരിയേഴ്സും കൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് BJTയെ ബൈപോളാർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് അത് പ്രത്യേകം ഒരു കളറിൽ കൊടുത്തിരിക്കുന്നത്. ഫെറ്റ് എന്ന് പറയുമ്പോൾ യൂണിപോളാർ ആണ്. യൂണി മീൻസ് വൺ ആണ്, വൺ പോൾ. ദാറ്റ് മീൻസ് ഒരു N ടൈപ്പ് മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് മാത്രമേ കറണ്ട് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അതേസമയം നമ്മളൊരു ഫെറ്റിന്റെ സ്ട്രക്ചർ നമ്മൾ ഇനി നോക്കും. P ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഹോൾസ് മാത്രമേ കറണ്ടിനെ കണ്ടക്ഷൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഫെറ്റ് യൂണിപോളാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ BJT എന്ന് പറയുന്നത് ബൈപോളാറും ഫെറ്റ് എന്ന് പറയുന്നത് യൂണിപോളാറുമാണ്. രണ്ടാമത്തെ കമ്പാരിസൺ ആൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിനകത്ത് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് വഴി കറണ്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസ് ആണ് ഫെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. എന്നാൽ BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. BJTയിൽ കൂടി പോകുന്ന കറണ്ടിനെ നമ്മൾ ബേസ് കറണ്ട് അല്ലെങ്കിൽ കളക്ടർ കറണ്ട്, എമിറ്റർ കറണ്ട് എന്നൊക്കെ വിളിക്കും. ഈ കറണ്ടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താണ് BJTയിൽ കൂടിയുള്ള കറണ്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ BJT ഈസ് എ കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. എന്നാൽ ഫെറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ കമ്പോണന്റ് വോൾട്ടേജ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അവിടെ കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫെറ്റിന് BJTയേക്കാൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിഫയർ. എന്താണ് ഒരു ആംപ്ലിഫയർ? നമുക്കറിയാവുന്നതാണ്. ഒരു ചെറിയ സ്ട്രെങ്ത് കുറഞ്ഞ ഒരു സിഗ്നലിനെ സ്ട്രെങ്ത് കൂട്ടുക, ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ സംസാരിക്കുന്ന സിഗ്നലുകൾക്കെല്ലാം തന്നെ ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. ഇതിനെ ഒരു ആംപ്ലിഫയറിൽ കൂടി നമ്മൾ കടത്തിവിട്ടാൽ ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നു, സിഗ്നൽ ബൂസ്റ്റപ്പ് ആകുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്.
ഇങ്ങനെയുള്ള സർക്യൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിഫയർ സർക്യൂട്ട്സ്. അപ്പോൾ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു ഘടകം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കുറവായിരിക്കണം, ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലായിരിക്കണം, ഔട്ട്പുട്ട് ഇംപിഡൻസ് വളരെ കുറവായിരിക്കണം. ഇതാണ് ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇൻപുട്ട് ഇംപിഡൻസ് മീൻസ് റെസിസ്റ്റൻസ് തന്നെയാണ്. ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലായിരിക്കണം, ഔട്ട്പുട്ട് ഇംപിഡൻസ് വളരെ കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ആ സർക്യൂട്ടിന് ആംപ്ലിഫിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ. ഇതും ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിന് വളരെ വേണ്ട ഒരു കാര്യം ഇൻപുട്ട് റെസിസ്റ്റൻസ് അഥവാ ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലായിരിക്കണം, ഔട്ട്പുട്ട് ഇംപിഡൻസ് വളരെ കുറവായിരിക്കണം. അപ്പോ BJTയും FETയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേക്കും BJTക്ക് ഇൻപുട്ട് ഇംപിഡൻസ് കുറവാണ്, എന്നാൽ FETക്ക് ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫെറ്റ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? കാരണം അതിന് ആംപ്ലിഫയറിന് വേണ്ട ബേസിക് പാരാമീറ്റർ ആയ ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ്. ഈ 3 അഡ്വാൻറ്റേജുകളും PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. അപ്പോ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഒന്നും കൂടെ അതൊന്ന് നോക്കാം. ഫസ്റ്റ് BJT എന്ന് പറയുന്നത് ബൈപോളാറും FET എന്ന് പറയുന്നത് യൂണിപോളാറുമാണ്. BJT എന്ന് പറഞ്ഞാൽ കറണ്ട് കൺട്രോൾഡ് ഡിവൈസും FET എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസുമാണ്. BJTയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫെറ്റിന് ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫെറ്റ് ആംപ്ലിഫയേഴ്സ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരു ആംപ്ലിഫയറിന് വേണ്ട ബേസിക് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഇംപിഡൻസ് കൂടുതലും ഔട്ട്പുട്ട് ഇംപിഡൻസ് വളരെ കുറവുമായിരിക്കും. മറ്റൊരു കമ്പാരിസൺ പറയുന്നത് ഫെറ്റ് ഈസ് ലെസ് നോയ്സിയർ ദാൻ BJT. നോയ്സ് അഫക്റ്റ് ചെയ്യുന്നത് ഫെറ്റിന് കുറവാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ FETക്കാണ് അഡ്വാൻറ്റേജസ് കൂടുതൽ. എന്നാൽ അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ഫെറ്റിന് തെർമൽ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. ഒരുപാട് ടെമ്പറേച്ചേഴ്സ് നമുക്ക് ഫെറ്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഈ പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം, ഒരുപാട് PSC പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ്. BJTയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഫെറ്റിന് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നമ്മൾ കാണുന്നു. എന്നാൽ ഫെറ്റിനുള്ള ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു കളറിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർത്തിരിക്കുക, റിലേറ്റീവ്ലി സ്മോൾ, വളരെ കുറവാണ്. എന്താണ് കുറവ്? ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ്. ഗെയിൻ എന്ന് പറയുമ്പോൾ നേട്ടം, അത് വോൾട്ടേജ് ഗെയിൻ ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. വോൾട്ടേജ് ഗെയിൻ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പോണന്റ് വർക്ക് ചെയ്യാൻ കഴിയുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. അപ്പൊ ഗെയിനും ബാൻഡ് വിഡ്ത്തും തമ്മിലും നമ്മൾ പ്രോഡക്റ്റ് എടുക്കാം. അത് പക്ഷേ ഫെറ്റിന് വളരെ കുറവാണ്. അത് BJTക്കാണ് കൂടുതലായി ഉള്ളത്. അപ്പോൾ ഫെറ്റിനുള്ള ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഫെറ്റിന്റെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോ BJTയും FETയും തമ്മിലുള്ള കമ്പാരിസൺസ് നമ്മൾ നോക്കി. കമ്പാരിസൺ നോക്കുമ്പോൾ BJTക്കാളും ഫെറ്റിന് അഡ്വാൻറ്റേജസ് കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഫെറ്റിന്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു ഫെറ്റ് എന്ന് പറഞ്ഞാൽ യൂണിപോളാർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഫെറ്റിന്റെ സ്ട്രക്ചർ കാണാൻ പോവുകയാണ്. N ചാനൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് മാത്രമേ കറണ്ട് ഫ്ലോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുള്ളൂ. എന്നാൽ P ചാനൽ എന്ന് പറഞ്ഞാലോ അവിടെ ഹോൾസ് മാത്രമേ കറണ്ട് കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. അപ്പൊ 2 ടൈപ്പ് ഫെറ്റുകളാണ് പറയുന്നത്, N ചാനലും P ചാനലുമാണ്. അപ്പൊ ഇതാണ് സ്ട്രക്ചറും സിംബലും നമുക്ക് വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഇതൊരു N ചാനൽ ഫെറ്റ് ആണ്. അപ്പൊ ഫെറ്റിന്റെ ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഫെറ്റിന്
പ്രധാനമായിട്ടും 3 ടെർമിനൽസ് ആണുള്ളത്. ഡ്രെയിൻ, ഗേറ്റ്, സോഴ്സ് എന്നിവയാണ്. ഡ്രെയിൻ ഡി, സോഴ്സ് എസ്, ഗേറ്റ് ജി എന്നിവയാണ് ഒരു ഫെറ്റിന്റെ 3 ടെർമിനൽസ് എന്ന് പറയുന്നത്. BJTയുടെ ടെർമിനൽസ് നമുക്കറിയാം ആൾറെഡി. എമിറ്റർ, ബേസ്, കളക്ടർ എന്നിവയാണ്. അതുപോലെ ഒരു ഫെറ്റിന്റെ ബേസിക് ആയിട്ടുള്ള 3 ടെർമിനൽസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ്. അപ്പോൾ ഒരു എൻ ചാനൽ ഫെറ്റ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ഇതൊരു എൻ ടൈപ്പ് ബാറാണ്, എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഈ എൻ ടൈപ്പ് മെറ്റീരിയലിന്റെ 2 സൈഡിലുമായി 2 പി ടൈപ്പ് മെറ്റീരിയൽ എടുത്തു വെക്കും. ഇനി കണക്ഷൻ എങ്ങനെ എടുത്തിരിക്കുന്നു നോക്കൂ. മുകളിൽ നിന്നും നമ്മൾ ഡ്രെയിൻ എന്ന കണക്ഷൻ എടുക്കുന്നു, താഴെ നിന്നും നമ്മൾ സോഴ്സ് എന്ന കണക്ഷൻ എടുക്കുന്നു. ഈ 2 പി ടെർമിനൽ, പി സബ്സ്ട്രേറ്റിൽ നിന്നും കണക്ഷൻസ് എടുത്ത് ജോയിൻ ചെയ്ത് ഒറ്റ ഗേറ്റ് ആക്കി മാറ്റുന്നു. ഇതാണ് ഒരു എൻ ചാനൽ ഫെറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ എടുക്കുന്നു, ഇരുവശങ്ങളിലുമായി പി ടൈപ്പ് മെറ്റീരിയലുകൾ ആഡപ്പ് ചെയ്യുന്നു. ആ എൻ ടൈപ്പ് മെറ്റീരിയലിന്റെ മുകളിൽ നിന്നും ഡ്രെയിൻ എന്ന് പറയുന്ന ടെർമിനൽ എടുക്കുന്നു, താഴെ നിന്നും നമ്മൾ സോഴ്സ് എന്ന ടെർമിനൽ എടുക്കുന്നു. 2 പി ടൈപ്പിൽ നിന്നുമുള്ള വയറുകൾ എടുത്ത് ഒറ്റ ടെർമിനലാക്കി നമ്മൾ ഗേറ്റ് ആയി എടുക്കുന്നു. ഇതാണ് ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. എൻ ടൈപ്പ് ജെഫെറ്റിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. നടുക്കായി കാണിച്ചിരിക്കുന്നതാണ് ഗേറ്റ്. ആരോ ഉള്ള ടെർമിനലാണ് ഡ്രെയിൻ. മറ്റേ ടെർമിനലിനെ നമ്മൾ സോഴ്സ്, അതർ ടെർമിനൽ നമ്മൾ സോഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് പി ചാനലിന്റെ സ്ട്രക്ചർ നോക്കാം. എൻ ചാനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പി ചാനൽ പഠിക്കാനും നമുക്ക് എളുപ്പമാണെന്ന് മനസ്സിലാകും. ഇവിടെ ഒരു എൻ ടൈപ്പ് ബാർ എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു പി ടൈപ്പ് ബാറാണ്. ഒരു പി ടൈപ്പ് ബാറിന്റെ ഇരുവശങ്ങളിലുമായി എൻ ടൈപ്പ് മെറ്റീരിയൽ ചേർത്ത് വയ്ക്കുന്നു. ശേഷം നേരത്തെ പോലെ മുകളിൽ നിന്നും ഡ്രെയിൻ, താഴെ നിന്നും സോഴ്സ്, 2 എൻ ടൈപ്പ് മെറ്റീരിയലിൽ നിന്നും കണക്ഷൻ എടുത്ത് ഗേറ്റ് ആയി കാണിക്കും. സിമ്പൽ ഇതാണ്. നടുക്ക് ഭാഗത്ത് ഗേറ്റ്, മുകൾ ആരോ ഉള്ള ടെർമിനൽ ഡ്രെയിൻ, മറ്റേ ടെർമിനൽ സോഴ്സ്. അപ്പൊ ഇവിടെ ഏതാനും ചില വോൾട്ടേജുകൾ കാണിച്ചിട്ടുണ്ട്. ആ വോൾട്ടേജുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു വോൾട്ടേജ് ആണ് VDS. VDS എന്ന് പറഞ്ഞാൽ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ്. നമ്മളൊരു വോൾട്ട് മീറ്റർ എടുക്കുന്നു. വോൾട്ട് മീറ്ററിന് 2 ടെർമിനൽ ഉണ്ട് എന്ന് നമുക്കറിയാം, പോസിറ്റീവും നെഗറ്റീവും. സോ ഒരു വോൾട്ട് മീറ്ററിന്റെ 2 ടെർമിനൽസ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ കാണിക്കുന്ന വോൾട്ടേജ് ആണ് VDS എന്ന് പറയുന്നത്. അടുത്തത് VGS ആണ്, വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ് ആണ്. വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ പോലെ വോൾട്ട് മീറ്റർ എടുക്കുക. ആ വോൾട്ട് മീറ്ററിന്റെ 2 ടെർമിനൽസുകളിൽ ഒരു ടെർമിനൽ ഇവിടെ വയ്ക്കുക, ഗേറ്റിൽ വയ്ക്കുക, മറ്റേ ടെർമിനൽ സോഴ്സിൽ വയ്ക്കുക. അപ്പൊ ഇതിന് എക്രോസ് ആയി നിൽക്കുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ VGS എന്ന് വിളിക്കുന്നത്. ഇനി IGSS. IGSS എന്ന് പറഞ്ഞാൽ ഗേറ്റ് കറണ്ട് ആണ്. ആ SS-ന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് കുറച്ച് മുന്നേക്ക് പോയിട്ട് നമുക്ക് കാണാം. IGSS ഉണ്ട്. അതുപോലെ IDS എന്ന് പറയുമ്പോൾ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ആണ്. ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് എന്ന് പറയുമ്പോൾ ഡ്രെയിനിൽ നിന്നും കറണ്ട് സോഴ്സിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നാണ്. ഇതാണ് ഒരു എൻ ടൈപ്പും ഒരു എൻ ചാനലും പി ചാനലും ജെഫെറ്റിന്റെ സ്ട്രക്ചർ ആണ്. ഇത് രണ്ടും സിമ്പലുകളാണ്. സിമ്പലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ടിൽ ഇതൊന്നും വരയ്ക്കാൻ പറ്റില്ല, പകരം ഇവയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടെർമിനൽസിലേക്ക് നമുക്ക് നോക്കാം. പറഞ്ഞ പോലെ 3 ടെർമിനൽസ് ആണുള്ളത്. സോഴ്സ്, ഡ്രെയിൻ, അതുപോലെ ഗേറ്റ് എന്നിവയാണ് 3 ടെർമിനൽസ്. സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മലയാളം നമുക്ക് നോക്കാം. എന്താണ് സോഴ്സ്? കറക്റ്റ് മലയാളം പറയണമെങ്കിൽ ഉറവിടം, അല്ലെ?
അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം ആ ടെർമിനലിനെ നമ്മൾ സോഴ്സ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണ്? അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. എന്താണ് ഉണ്ടാകുന്നത്? ടെർമിനൽ ത്രൂ വിച്ച് മെജോറിറ്റി കാരിയേഴ്സ് എൻ്റർ ദ ബാർ. ആ ബാറിലേക്ക്, ഈ ബാറിലേക്ക് മെജോറിറ്റി കാരിയേഴ്സ്, ഇപ്പൊ എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോണുകളാണ്. അപ്പൊ ഇലക്ട്രോണുകൾ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകും. അതേസമയം പി ടൈപ്പ് മെറ്റീരിയലിലാണെങ്കിൽ ഹോളുകളാണ് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോഴ്സിൽ നിന്നും ഹോളുകൾ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ നമുക്കറിയാം ഇവിടെ ഫ്ലോ ചെയ്യുന്നത് ഇലക്ട്രോണുകളാണ്, ഇവിടെ ഫ്ലോ ചെയ്യുന്നത് ഹോൾസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് അഥവാ എതിർദിശയിലാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് പോയാൽ നമുക്ക് പറയാം കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ്. അപ്പൊ കറണ്ട് ഡ്രെയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് ഡ്രെയിനിൽ നിന്നും കറണ്ട് സോഴ്സിലേക്ക് ഒഴുകുന്നു എന്ന് കാണിച്ചിരിക്കുന്നത്. അതേസമയം പി ചാനൽ ആണെങ്കിൽ ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. ഹോൾസ് സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് ഒഴുകുന്നു. ഹോൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. സോ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിൽ നിന്ന് താഴോട്ടും, ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ താഴെ നിന്ന് മുകളിലേക്കും. അഥവാ കറണ്ടിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ. അതുകൊണ്ടാണ് ഇവിടെ ആരോ മുകളിലേക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതും ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ഫെറ്റ് ആയിക്കോട്ടെ BJT ആയിക്കോട്ടെ, ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫെറ്റ് ആയിരുന്നാലും BJT ആയിരുന്നാലും ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ആണ്. ഇവിടുത്തെ കറണ്ട് ഫ്ലോ മനസ്സിലായല്ലോ. ഇവിടെ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് ഇലക്ട്രോണുകൾ ഒഴുകുന്നു. ഇലക്ട്രോണുകൾ ഒഴുകുന്നതിന്റെ നേർ എതിർ ദിശയിലാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ്. പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അപ്പോൾ ഹോളുകൾ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് പോകുന്നു. അപ്പൊ കറണ്ടും അതേ ഡയറക്ഷൻ തന്നെയാണ്. സോ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ എന്ന് നമുക്ക് പറയാം. സോഴ്സ് എന്ന് പറയുന്നത് ടെർമിനൽ ത്രൂ വിച്ച് മെജോറിറ്റി കാരിയേഴ്സ് എൻ്റർ ദ ബാർ ആണ്. അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ ആ സ്ട്രക്ചർ എടുത്തു വെച്ച് കറണ്ടിന്റെ ഡയറക്ഷനും ഇലക്ട്രോണിന്റെ ഫ്ലോയും ഹോളിന്റെ ഫ്ലോയും നമ്മൾ കണ്ടത്. അപ്പൊ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രൂ വിച്ച് ദ കാരിയേഴ്സ് ലീവ് ദ ബാർ. അപ്പോൾ ഡ്രെയിനിൽ കൂടിയാണ് കാരിയേഴ്സ് പുറത്തേക്ക് പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്തിനാ ഈ ഗേറ്റ്? ഗേറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ നമ്മൾ ഇവിടെ ഈ PN വെച്ചിട്ട് ഒരു ഡെപ്ലീഷൻ ലെയർ ഉണ്ടാക്കി ആ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? കറണ്ടിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് അതിനെ ഗേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വർക്കിങ്ങിലേക്ക് അടുത്ത് വരാവുന്നതാണ്. അപ്പൊ ഗേറ്റ് എന്താണ്? ഇന്റേർണലി കണക്റ്റഡ് ഹെവിലി ഡോപ്ഡ് റീജിയൻ വിച്ച് ഫോംസ് ജംഗ്ഷൻ വിത്ത് സോഴ്സ് ആൻഡ് ഡ്രെയിൻ. അപ്പോൾ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സിലേക്കാണ് നമ്മൾ ആദ്യം വരാൻ പോകുന്നത്. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആദ്യമേ ഗേറ്റിലേക്ക് യാതൊരുവിധ വോൾട്ടേജും കൊടുക്കുന്നില്ല. ഗേറ്റിലേക്ക് യാതൊരുവിധ വോൾട്ടേജും ആദ്യം കൊടുക്കുന്നില്ല. ആദ്യമേ നമ്മൾ ഡ്രെയിനിലും സോഴ്സിലും മാത്രം വോൾട്ടേജ് കൊടുക്കുകയാണ്. ഗേറ്റിലേക്ക് യാതൊരുവിധ വോൾട്ടേജും കൊടുക്കുന്നില്ല. വെൻ VGS is equal to 0 നമ്മൾ ഡ്രെയിനിലോട്ട് ഒരു ചെറിയ വോൾട്ടേജ് കൊടുത്തു. നമുക്കറിയാം N ചാനൽ മോസ്ഫെറ്റ് ആയിക്കോട്ടെ ഇത്. അപ്പൊ N ചാനലിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോണുകളാണ്. സോ ഇലക്ട്രോണുകൾ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇലക്ട്രോണുകൾ
സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഈ കറണ്ടും കൂടി കൂടി വരുന്നു. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് ഫ്ലോയും ഈ ചാനലിൽ കൂടി കൂടുന്നതായി നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻ ടൈപ്പ് മെറ്റീരിയലിന് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ കറണ്ടിന്റെ ഫ്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുന്നതിനനുസരിച്ച് പതുക്കെ 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 റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നുണ്ടാവും. ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ സ്ഥലത്തും ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പി എൻ ജംഗ്ഷനിൽ ഒരു റിവേഴ്സ് ബയാസ് അല്ലെങ്കിൽ ഒരു ഡെപ്ലീഷൻ റീജിയൻ പതുക്കെ പതുക്കെ ഫോം ചെയ്യാം. ആ ഡെപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് യൂണിഫോം അല്ല. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ല ചെയ്യുന്നത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറണ്ടിന്റെ ഫ്ലോ പോകുന്നതിനനുസരിച്ച് അവിടുത്തെ റെസിസ്റ്റൻസ് സെയിം അല്ലാത്തത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് സെയിം അല്ല. അപ്പോ നമ്മുടെ വോൾട്ടേജ് കൂട്ടി കൂട്ടി വരുന്നു, അതിനനുസരിച്ച് കറണ്ട് കൂടി 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 ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് അങ്ങ് കോൺസ്റ്റന്റ് ആയിട്ട് മാറുകയാണ്. അതിനാണ് നമ്മൾ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഗേറ്റിൽ ഇതുവരെ വോൾട്ടേജ് ഒന്നും കൊടുത്ത് പഠിച്ചില്ല, ഗേറ്റിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. എ സ്മാൾ വോൾട്ടേജ് ഈസ് അപ്ലൈഡ്, VDS, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു. causes ID to increase linearly with VDS. VDS കൂടുന്നതിനനുസരിച്ച് ഡ്രെയിനിൽ നിന്നും സോഴ്സിലേക്കുള്ള വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടി കൂടി വരികയാണ്. വിത്ത് ഇൻക്രീസിംഗ് ദ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഓമിക് വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ചാനൽ റിവേഴ്സ് ബയാസസ് ദ ജംഗ്ഷൻ. പിയും എന്നും ഒരു സൈഡിലുണ്ട്, അപ്പുറത്തുമുണ്ട് ഒരു പിയും എന്നും ജംഗ്ഷൻസ്. അവിടെയുള്ള റിവേഴ്സ് ബയാസ് പതുക്കെ 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 കൂടുന്നു. ആയതുകൊണ്ട് ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ചാനൽസ് ബിഗിൻസ് ടു കോൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ചാനൽ പതുക്കെ പതുക്കെ പതുക്കെ, ചാനൽ എന്ന് പറയുന്ന കറണ്ട് ഒഴുകി പോകുന്ന ആ പാത്താണ്, അത് പതുക്കെ പതുക്കെ ചെറുതാവാൻ തുടങ്ങുന്നു. അങ്ങനെ ചെറുതാവുമ്പോൾ എന്ത് പറ്റുന്നു? ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് യൂണിഫോം അല്ല, വിച്ച് ഈസ് മോർ പ്രൊപ്പോർഷണൽ ടു ദി ഡ്രെയിൻ സൈഡ്. ഡ്രെയിൻ സൈഡിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ബിക്കോസ് ഡ്രെയിൻ ഈസ് മോർ റിവേഴ്സ് ബയാസ്ഡ് ആണ്, അല്ലേ? കാരണം സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്കാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത്. അങ്ങനെ അങ്ങനെ കൂടി കൂടി ഇതാണ് കണ്ടീഷൻ. കണ്ടോ? എൻ ചാനൽ മോസ്ഫെറ്റ് എടുത്തു, സോഴ്സ് ടു ഡ്രെയിൻ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുത്തു. വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കറണ്ടും കൂടി കൂടി വരുന്നു. പക്ഷേ ഈ പിക്കും ഈ എൻ ചാനലിനും ഇടയ്ക്ക് ഒരു ഡെപ്ലീഷൻ ലെയർ ഉണ്ടാകുന്നു. ഈ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡെപ്ലീഷൻ ലെയർ. അതുപോലെ ഈ പിക്കും ഈ എന്നിനും ഇടയിലും ഒരു ഡെപ്ലീഷൻ ലെയർ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഉണ്ടാകുന്ന ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കണ്ടോ? ഇവിടെയൊക്കെ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കുറവാണ്. അങ്ങോട്ട് പോകുന്തോറും ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടുതലായി വരുന്നു. ഡ്രെയിനിന്റെ അടുത്തേക്കാണ് കൂടുതൽ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടുതൽ. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഡ്രെയിൻ സൈഡിലാണ് ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടുതൽ. കാരണം ഡ്രെയിൻ ഈസ് മോർ റിവേഴ്സ് ബയാസ്ഡ്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു സമയത്ത് ഇത് കൂടി 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 നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഡെപ്ലീഷൻ ലെയറുകൾ വന്ന് കൂടിച്ചേർന്ന് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അങ്ങനെ നടക്കില്ല. ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടി 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 ഒരു പർട്ടിക്കുലർ ലെങ്ത് വരെ വന്ന് നിൽക്കും, പിന്നെ അത് കൂടത്തില്ല. എന്ന് പറയുമ്പോൾ ഇതുവഴി കോൺസ്റ്റന്റ് കറണ്ട് പിന്നെ ഫ്ലോ ചെയ്യത്തുള്ളൂ. അതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. കണ്ടോ? ഡെപ്ലീഷൻ ആദ്യമേ നമ്മൾ VDS കൂട്ടുന്നതിനനുസരിച്ച് IDയും കൂടുന്നു. അതാണ് ഇത്രയും പോർഷൻ കാണിക്കുന്നത്. കൂടി കൂടി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിന്നെ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടില്ല, ചാനലിന്റെ വിഡ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ്. അപ്പൊ പിഞ്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. ഇതേ കറണ്ട് കോൺസ്റ്റന്റ് ആയി മാറി. ഇനി നമ്മൾ വോൾട്ടേജ് കൂട്ടി 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 പോയി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് ഷാർപ്പായിട്ട് അങ്ങ് ഇൻക്രീസ് ചെയ്ത് പോകും, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആകുന്നു. ഈ കണ്ടീഷൻ നമ്മൾ ഡയോഡിനകത്തും പഠിച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ. എന്ന് പറഞ്ഞാൽ
ഫെറ്റ് ബ്രേക്ക് ഡൗൺ കണ്ടീഷനിലോട്ട് എൻ്റർ ചെയ്ത് ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. അപ്പൊ ഇത് വരെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഫെറ്റിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. സോഴ്സിൽ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു, ഡ്രെയിനിൽ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കറണ്ടും കൂടുന്നു. പക്ഷെ കറണ്ട് കൂടി 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 ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് കോൺസ്റ്റന്റ് ആയി മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഈ പിയുടെയും എന്നിന്റെയും അവിടെ ഒരു ഡെപ്ലീഷൻ ലെയർ ഉണ്ടാവുന്നു. അതുപോലെ ഇവിടെയും ഒരു ഡെപ്ലീഷൻ ലെയർ ഉണ്ടാവുന്നു. പക്ഷെ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് യൂണിഫോം അല്ല, കാരണം ഡ്രെയിൻ മോർ റിവേഴ്സ് ബയസ് ആണ്. അതുകൊണ്ട് ഡ്രെയിനിന്റെ അവിടെ ആയിരിക്കും ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുതലായി വരുന്നത്. അപ്പൊ ഈ ഡെപ്ലീഷൻ ലെയർ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ചാനലിന്റെ വിഡ്ത്ത് കുറയുകയാണ്. കുറഞ്ഞു 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 കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ഈ കൂടുന്നതങ്ങ് നിൽക്കും. എന്ന് പറഞ്ഞാൽ ചാനലിന്റെ വിഡ്ത്ത് കോൺസ്റ്റന്റ് ആയി മാറുന്നതാണ്. അപ്പൊ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് കറണ്ടായി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് എത്തുകയും ഫെറ്റ് ബ്രേക്ക് ഡൗൺ ആയി പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഗേറ്റിന്റെ റോൾ എന്താ? ഗേറ്റിന് യാതൊരു റോളും ഇല്ലേ? ഗേറ്റിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ദാ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് ഗേറ്റിന്റെ റോള്? നമ്മൾ ഗേറ്റ് വോൾട്ടേജ് 0 കൊടുത്തപ്പോൾ കണ്ടോ, ഗേറ്റ് വോൾട്ടേജ് 0 കൊടുത്തപ്പോഴേക്കും ദേ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചും കറണ്ടും കൂടി 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 ഇവിടെ എത്തിയപ്പോഴാണ് കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് മാറിയത്. ആ കറണ്ട് ഈസ് റെപ്രസെന്റഡ് ബൈ IDSS, drain to source current in saturated condition. Saturated means maximum. ഇനി നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ എന്താ പറ്റുക? ഈ പറഞ്ഞ കാര്യം കുറച്ചും കൂടി നേരത്തെ നടക്കും. ഗേറ്റിലേക്ക് നമ്മളൊരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ ഇത്രയും പോയിട്ട് സാച്ചുറേറ്റ് ആവുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവ് 1 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഈ സാച്ചുറേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നേരത്തെ ഡെപ്ലീഷൻ ലെയർ വന്ന് അടുത്തടുത്തടുത്ത് വന്ന് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ മോർ നെഗറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ കണ്ടോ -2, കുറച്ചും കൂടെ നേരത്തെ ഇത് കോൺസ്റ്റന്റ് ആവും. അങ്ങനെ വോൾട്ടേജ് നെഗറ്റീവ് സൈഡിലോട്ട് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ നേരത്തെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ ഗേറ്റിന് പോസിറ്റീവ് വോൾട്ടേജ് ആണോ കൊടുക്കുന്നതെങ്കിലോ ഈ കണ്ടീഷൻ കുറച്ചും കൂടി വൈകിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മൾ കാണുന്നത്. 0 വോൾട്ട് കൊടുത്തു, +5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞേ ഈ പിഞ്ച് ഓഫ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. ഇതാണ് ഒരു ഫെറ്റിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടി കൂടി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുന്നത് സ്റ്റോപ്പ് ആവുകയും ചാനലിന്റെ വിഡ്ത്ത് കോൺസ്റ്റന്റ് ആയി മാറുകയും അതുവഴി ഒരു കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ആ കറണ്ടാണ് സാച്ചുറേഷൻ കറണ്ട്. ആ വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ്. പിഞ്ച് ഓഫ് ആയി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൂട്ടാനും പറ്റില്ല കുറയ്ക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഗേറ്റിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഗേറ്റിലേക്ക് നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യം കുറച്ചും കൂടെ നേരത്തെ നടക്കും. ഗേറ്റിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തതെങ്കിൽ ഇത് പതുക്കെ കുറച്ചും കൂടെ താമസിച്ചേ നടക്കത്തുള്ളൂ. കുറച്ചും കൂടെ നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിനകത്ത് പറഞ്ഞ കാര്യം നമുക്കിവിടെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണ്? ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഡെപ്ലീഷൻ ലെയറിന്റെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് കറണ്ടിന്റെ ഫ്ലോയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അതാണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. രണ്ടാമത്തെ സ്ലൈഡിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഫെറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. ഇതാ നോക്കൂ, ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് ഈ പറഞ്ഞ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുവഴിയുള്ള കറണ്ട് ഫ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡെപ്ലീഷൻ നമ്മൾ ഇതുവരെയാണ് പറഞ്ഞത്, ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുന്നത് യൂണിഫോം അല്ല, അത് ഏറ്റവും കൂടുന്നത് ഡ്രെയിൻ സൈഡിലാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഡ്രെയിൻ ഈസ് മോർ റിവേഴ്സ് ബയാസ്ഡ് ആകുന്നു. അതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ
ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ചാനൽ എന്തായി മാറി എന്ന് പറയുന്നു? പിഞ്ച്ഡ് ഓഫ് എന്നായി മാറും. ആ വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. ചാനൽ ഒന്നങ്ങ് അടയൂല, ഒന്നിങ്ങനെ ഒന്ന് നിൽക്കത്തേ ഉള്ളൂ. അപ്പോ ഡ്രെയിൻ കറണ്ട് എന്തായി മാറുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ പിഞ്ച് ഓഫ് സമയത്ത് എന്താണ് നടക്കുന്നത്? PSC ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിഞ്ച് ഓഫ് സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഗേറ്റിന്റെ റോൾ എന്താണ് എന്നാണ് നമ്മൾ ഈ സ്ലൈഡിനകത്ത് പറയുന്നത്. ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ് ഇൻ ദ ഡയറക്ഷൻ ടു ദ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിന്റെ അതേ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിഞ്ച് ഓഫ് ഒക്കേഴ്സ് അറ്റ് സ്മാളർ വാല്യൂസ് അല്ലെ. VDS ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് കുറച്ച് വോൾട്ടേജ് കൊടുക്കുമ്പോഴേ അവിടെ പിഞ്ച് ഓഫ് അങ്ങ് നടക്കുവാണ്. ആൻഡ് മാക്സിമം ഡ്രെയിൻ കറണ്ട് വിൽ ബി സ്മാളർ. അതുവഴി ഒഴുകുന്ന കറണ്ട് കുറവായിരിക്കും. ഓപ്പോസിറ്റ് ഈസ് ദ കേസ് ഓഫ് ഫോർവേഡ് ബയാസ് ഓൺ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗേറ്റിൽ നമ്മൾ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ പിഞ്ച് ഓഫ് വളരെ പതുക്കെ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഗ്രാഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കോൺസ്റ്റന്റ് ആയി മാറുന്ന കണ്ടീഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് അഥവാ ആക്റ്റീവ് റീജിയൻ. പിഞ്ച് ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ഡൗൺ ആണ് ഫെറ്റിന് സംഭവിക്കുന്നത്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ആ ഡിവൈസിനെ കൊണ്ട് പറ്റില്ല. അപ്പൊ അത് ബ്രേക്ക് ഡൗൺ ആയി പോകും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ നോക്കിയ ഗ്രാഫ് ഡ്രെയിൻ കറണ്ടും ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജും തമ്മിലാണെങ്കിൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരച്ച് നോക്കുന്നത് ഡ്രെയിൻ കറണ്ടും ഗേറ്റ് വോൾട്ടേജും തമ്മിലാണ്. ഡ്രെയിൻ കറണ്ടും ഗേറ്റ് വോൾട്ടേജും തമ്മിൽ വരച്ച് നോക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗേറ്റ് നെഗറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ കുറയും, പെട്ടെന്ന് ചാനല് പിഞ്ച് ഓഫിലേക്ക് എത്തുന്നതായിരിക്കും. ഇതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 0 ആണ് കൊടുക്കുന്നതെങ്കിൽ കറണ്ട് ഒഴുകും. നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നതനുസരിച്ച് പെട്ടെന്ന് പിഞ്ച് ഓഫിലേക്ക് വരുന്നതായി നമുക്ക് കാണാം. ഇപ്പൊ ഒരു FETക്ക് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒന്ന് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സും മറ്റൊന്ന് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സുമാണ്. അപ്പോ ഈ ഫെറ്റിന്റെ ഓപ്പറേഷനെ നമുക്കൊരു വാട്ടറിന്റെ ഫ്ലോയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്ന പോലെ ടാപ്പാണിത്. ഇവിടെ നിന്നും വെള്ളം വരുന്നു, ഇതതിന്റെ നോബാണ്, ഇവിടുന്ന് വെള്ളം പുറത്തേക്ക് പോവുക. അപ്പൊ നമ്മുടെ ഫെറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് സോഴ്സ്, ഇത് ഡ്രെയിൻ, ഇത് ഗേറ്റ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ നോബ് തുറക്കുന്നതിനനുസരിച്ച് ഇവിടുന്നുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകുന്നതായിട്ട് കാണാം. അപ്പൊ വെള്ളം വന്ന് കയറുന്ന സ്ഥലം, എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് സോഴ്സ്, പുറത്തേക്ക് പോകുന്ന സ്ഥലമാണ് ഡ്രെയിൻ. ഈ ചാനലിന്റെ വിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് നമുക്കറിയാം ഇതുവഴിയുള്ള വാട്ടർ ഫ്ലോയുടെ കണ്ടന്റും കൺട്രോൾ ചെയ്യപ്പെടും. അത് തന്നെയാണ് നമ്മുടെ ഫെറ്റിനകത്തും വരുന്നത്. ഗേറ്റ് ആക്ട് ആസ് എ നോബ്, ഒരു നോബ് പോലെ ആക്ട് ചെയ്യാം. അപ്പൊ ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് ഈ ചാനലിന്റെ വിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഇതുവഴിയുള്ള കറണ്ടിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോ ഈ വാട്ടർ ടാപ്പ് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫെറ്റിന്റെ വർക്കിംഗ് മനസ്സിൽ നിൽക്കുന്നതാണ്. അടുത്ത ഫെറ്റിന്റെ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഫെറ്റിന് ഉള്ള പാരാമീറ്റേഴ്സ് പ്രധാനമായിട്ടും 4 എണ്ണമാണ്. നമുക്ക് PSCകളിൽ പ്രോബ്ലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും വരാവുന്നതാണ്. അപ്പൊ 4 പാരാമീറ്റർ ആണുള്ളത്. ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ IDSS ആണ്. IDSS എന്ന് പറയുമ്പോഴേക്കും ഡ്രെയിൻ സാച്ചുറേഷൻ കറണ്ട് ആണ്. ഡ്രെയിൻ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗേറ്റ് വോൾട്ടേജ് 0 ആക്കും.
അപ്പോഴേക്കും VDS കൂട്ടുന്നതിനനുസരിച്ച് ഐഡിയും കൂടി ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ചാനൽ പിഞ്ച് ഓഫ് ആയി. ആ പിഞ്ച് ഓഫ് ആവുന്ന സമയത്ത് ചാനലിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് IDSS എന്ന് പറയുന്നത്. ആ സാച്ചുറേറ്റഡ് കറണ്ട്, മാക്സിമം കറണ്ട് എന്ന് നമുക്ക് പറയാം. അടുത്തത് RD ആണ്. RD എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. ഓംസ് ലാ വെച്ചിട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ V/I ആണ്. അപ്പൊ ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറണ്ട് ആണ്. ഏത് വോൾട്ടേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ബൈ ഡ്രെയിൻ കറണ്ട്. ആ സമയത്ത് നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്താക്കി വെക്കും? കോൺസ്റ്റന്റ് ആക്കി വെക്കും. ഇനി ട്രാൻസ് കണ്ടക്ടൻസ് ആണ് അടുത്ത പാരാമീറ്റർ. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഡ്രെയിൻ റെസിസ്റ്റൻസ് V/I, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ബൈ ഡ്രെയിൻ കറണ്ട് ആണ്. അടുത്തത് ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. നമുക്കറിയാം കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോ R is equal to V/I ആണെങ്കിൽ കണ്ടക്ടൻസ് GM is equal to I/V. അപ്പോ I എന്ന് പറയാൻ നമുക്ക് ആകെ ഒരു കറണ്ടേ ഉള്ളൂ, ഡ്രെയിൻ കറണ്ട്, ബൈ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. അപ്പോ കോൺസ്റ്റന്റ് ആയി നിർത്തുന്നത് VDS ആയിരിക്കും. അപ്പോ ഒന്ന് റെസിസ്റ്റൻസ് ആണ്, മറ്റൊന്ന് കണ്ടക്ടൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ്. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോഴേക്കും ഡെൽറ്റ VDS ബൈ ഡെൽറ്റ VGS വിത്ത് ID കോൺസ്റ്റന്റ്. വാട്ട് ഈസ് ഡെൽറ്റ VDS? ഡെൽറ്റ VDS എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഓഫ് ഡ്രെയിൻ ടു സോഴ്സ് ആൻഡ് ഡെൽറ്റ VGS ഈസ് ചേഞ്ച് ഇൻ വോൾട്ടേജ് ഓഫ് ഗേറ്റ് ടു സോഴ്സ്. ആ സമയത്ത് ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതാണ്. അപ്പൊ ഈ 4 പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമുക്ക് 2, 3, 4 തമ്മിലുള്ള റിലേഷനും അതുപോലെ IDSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇക്വേഷനും ഷോർട്ട് കീ ഫോർമുലയും കൂടെ നമുക്കൊന്ന് അറിയാം. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. മ്യൂ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു ഡ്രെയിൻ റെസിസ്റ്റൻസ് ഇൻറ്റു ട്രാൻസ് കണ്ടക്ടൻസ്. ഓക്കെ, അപ്പോ റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടൻസ് ആണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് ഓർത്തിരിക്കുക. റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടൻസ് ഗീവ്സ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇനി മറ്റൊന്ന് IDSS. നമ്മൾ പറഞ്ഞ പോലെ ഡ്രെയിൻ ടു സോഴ്സ് സാച്ചുറേറ്റഡ് കറണ്ടും ഡ്രെയിൻ കറണ്ടുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. IDSS is equal to 1 minus VGS by VP the whole square. VGS ഞാൻ പറഞ്ഞ പോലെ വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ്. Then what is VP? VP is the pinch off voltage. നമ്മൾ പറഞ്ഞ പോലെ ചാനൽ ഉള്ള ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കോൺസ്റ്റന്റ് ആകുമ്പോൾ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് നമ്മൾ പ്രീവിയസ് സ്ലൈഡിനകത്ത് കണ്ടതാണ്. അപ്പൊ ആ വോൾട്ടേജ് ആണ് VP എന്ന് പറയുന്നത്. ഈ 2 ഇക്വേഷൻസ് ഫെറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. അടുത്തത് ഫെറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ സെക്കൻഡ് സ്ലൈഡിനകത്ത് കണ്ടൊരു കാര്യമാണ്. ഫെറ്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫെറ്റ് ഒരു വേരിയബിൾ വോൾട്ടേജ് റെസിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫെറ്റ് ആസ് ആൻ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ. വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്ററിനെ നമ്മൾ VVR എന്ന് പറയും. അപ്പം അതിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്താൽ ഒരു ഫെറ്റ് VVR ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ID is equal to IDSS into 1 minus VGS by VP the whole square ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് വരും എന്ന് ചോദിച്ചാൽ RD is equal to നമുക്കറിയാം റെസിപ്രോക്കൽ വരും. I is equal to V by R ആണ്. അതുകൊണ്ട് RD is equal to R0 by
1 മൈനസ് VGS ബൈ VP ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോ RD എന്ന് പറയുന്നത് ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണ്. R0 എന്ന് പറഞ്ഞാൽ ഡ്രോൺ റെസിസ്റ്റൻസ് അറ്റ് സീറോ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കാതിരിക്കുമ്പോൾ എന്തുമാത്രം റെസിസ്റ്റൻസ് അവിടെ ഫീൽ ചെയ്യുന്നുവോ അതാണ് R0. RD മീൻസ് ഡ്രെയിനിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എന്ന് തന്നെ. അപ്പോ ഫെറ്റ് സാധാരണ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് കറണ്ട് പോർഷനിലാണ്. പക്ഷേ അത് പ്രയർ ടു പിഞ്ച് ഓഫ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിഞ്ച് ഓഫ് ആകുന്നതിന് മുമ്പ് ഫെറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ VVR. പിഞ്ച് ഓഫ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ VDS കൂടുന്നതിനനുസരിച്ച് ID കൂടുന്ന ആ റീജിയൻ നമുക്ക് ഫെറ്റിനെ ഒരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. It is due to the fact that this region drain to source voltage RDS can be controlled by varying the gate bias voltage. Gate source voltage control ചെയ്തുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോ ഫെറ്റ് ഒരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഉപയോഗം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. AGC ആയിട്ട് നമുക്ക് ആ സമയത്ത് ഫെറ്റിന്റെ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിക്കാവുന്നതാണ്. AGC മീൻസ് ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ എന്നാണ്. നമ്മുടെ ഈ മോഡ്യൂളിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് AGCയെ കുറിച്ച് വിശദമായിട്ട് നോക്കാവുന്നതാണ്. ഫ്രീക്വൻസി മോഡുലേഷൻ സമയത്ത്, മോഡുലേഷൻ ഡിമോഡുലേഷൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് AGC, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോഴെല്ലാം സാധാരണ FM റേഡിയോകൾ കേൾക്കാറുണ്ട്. അപ്പൊ FM സിഗ്നൽസ് നമ്മൾ ഡീകോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ഗെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് AGC സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ AGC സർക്യൂട്ടിലേക്ക് നമുക്ക് ഫെറ്റ് ഉപയോഗിക്കാവുന്നതാണ്.